സർവകലാശാലകളുടെ സുരക്ഷയ്ക്ക് കേന്ദ്ര ഏജൻസികളുടെ സഹായം തേടണമെന്ന് ഗവർണർ നിയോഗിച്ച സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആവശ്യമുന്നയിച്ച് വൈസ് ചാൻസലർക്കും ചാൻസലർക്കും പരാതി നൽകി. കേരള സർവകലാശാലയിൽ അഴിഞ്ഞാടിയ അക്രമികളെ കൈപിടിച്ച് മുകളിലേക്ക് കയറ്റിയത് കേരള പോലീസാണെന്നും ഇവർ കുറ്റപ്പെടുത്തി. സിൻഡിക്കേറ്റ് അംഗങ്ങളായ ഡോക്ടർ വിനോദ് കുമാർ, ടി.ജി. നായർ, പി.എസ്. ഗോപകുമാർ എന്നിവർ സംയുക്തമായാണ് പരാതി നൽകിയിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുന്നുണ്ട്. പ്രജിത്ത, എന്താണ് ഇപ്പോൾ പുറത്തുവരുന്ന പുതിയ വിവരങ്ങൾ? വിഷ്ണു, ഈ കേരള സർവകലാശാലയിലും അതോടൊപ്പം തന്നെ യൂണിവേഴ്സിറ്റിയുടെ പല ഭാഗങ്ങളിലും ഉണ്ടായിട്ടുള്ള അതിക്രമങ്ങളിൽ SFIയുടെ ഗുണ്ടായിസത്തിൽ ഈ പറയുന്ന രീതിയിൽ സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ സിൻഡിക്കേറ്റ് അംഗങ്ങൾ തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്. കാരണം കേരള പോലീസിന് ഈ സർവകലാശാലയുടെ സുരക്ഷയോ സർവകലാശാലയിലെ ഫയലുകളുടെ സുരക്ഷയോ അല്ലെങ്കിൽ അവിടെ എത്തുന്ന വിദ്യാർത്ഥികളുടെ സുരക്ഷയോ ഉറപ്പാക്കാൻ കഴിയുന്നില്ല എന്നൊരു വിശകലനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അങ്ങനെ ഒരു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സേനയെ തന്നെ യൂണിവേഴ്സിറ്റിയുടെ സുരക്ഷയ്ക്കായി വിനിയോഗിക്കണമെന്നുള്ള അല്ലെങ്കിൽ അവരെ വിന്യസിക്കണമെന്നുള്ളൊരു ആവശ്യമാണ് ഇപ്പോൾ സിൻഡിക്കേറ്റ് അംഗങ്ങൾ, ഗവർണർ നിയോഗിച്ച സിൻഡിക്കേറ്റ് അംഗങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് ആവശ്യപ്പെട്ടിട്ട് VC-ക്കും ഗവർണർക്കുമൊക്കെ അവർ ഇപ്പോൾ പരാതിയും നൽകിയിട്ടുണ്ട്. കാരണം ഈ രേഖകളുടെയൊക്കെ യൂണിവേഴ്സിറ്റിയിൽ ഒട്ടനവധി വിദ്യാർത്ഥികൾ ഭാവി ചെയ്തതുമായി ബന്ധപ്പെട്ട ഒട്ടനവധി രഹസ്യരേഖകളൊക്കെ ഉള്ളതാണ്. അവരുടെ മാർക്ക് ഷീറ്റുകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റ് സർട്ടിഫിക്കറ്റുകളും അത്തരം കാര്യങ്ങളുമൊക്കെ ഉള്ളതാണ്. രഹസ്യരേഖകൾ പലതും ഉള്ളതാണ്. അപ്പോൾ അതിൻ്റെ രഹസ്യാത്മകത, സുരക്ഷ എന്നിവയെല്ലാം ഈ SFI പ്രവർത്തകരുടെ അതിക്രമിച്ചുള്ള കയറ്റം അത് ഓഫീസുകളിലെത്തുന്നു, VC-യുടെ ഓഫീസിലെത്തുന്നു, അവിടെയൊക്കെ എത്താൻ പോലീസുകാർ കൈപിടിച്ച് കയറ്റുന്നു. അങ്ങനെയൊക്കെയുള്ള നിരവധി സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. പോലീസിൻ്റെ സാന്നിധ്യത്തിൽ പൂട്ടും ഗ്രില്ലുമൊക്കെ തല്ലി തകർത്ത് പ്രവർത്തകർ അകത്ത് കയറുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ ഇതെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് കേരള പോലീസിന് കേരളത്തിലെ സർവകലാശാലകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു വിലയിരുത്തലിലേക്ക് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പോകുന്നതും അവർ ഈ വിഷയത്തിലൊരു കേന്ദ്ര സേനയെ തന്നെ ഈ യൂണിവേഴ്സിറ്റികളുടെ സുരക്ഷയ്ക്കായി വിനിയോഗിക്കണം എന്നുള്ളൊരു ആവശ്യവും ഉന്നയിക്കുന്ന എന്തായാലും സിൻഡിക്കേറ്റ് അംഗങ്ങളായ ഡോക്ടർ വിനോദ് കുമാർ, ടി.ജി. നായർ, പി.എസ്. ഗോപകുമാർ എന്നിവരാണ് ഈ വൈസ് ചാൻസലർക്കും ചാൻസലർക്കും ഈ വിഷയത്തിൽ ഇത്തരമൊരു പരാതി നൽകിയിരിക്കുന്നത്. അവർ ആരോപിക്കുന്നത് ജീവനക്കാരെ കയ്യേറ്റം ഇപ്പോൾ നേരത്തെ കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിലുണ്ടായ പൂട്ടർത്ത് മാറ്റിയൊക്കെ സംഭവവുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ ജീവനക്കാരെയൊക്കെ ഇത്തരത്തിൽ കയ്യേറ്റം ചെയ്യപ്പോഴും ഒക്കെ പോലീസ് കാഴ്ചക്കാരായി നോക്കി നിൽക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് സെക്രട്ടേറിയറ്റിലേക്ക് SFI പ്രവർത്തകർ നടത്തിയ മാർച്ചിലും രാജ്ഭവനിലേക്ക് SFI പ്രവർത്തകർ നടത്തിയ മാർച്ചിലും നമ്മൾ കണ്ടതാണ്. പോലീസ് ആ സമരത്തിൽ SFIക്ക് മുന്നിൽ നോക്കുകുത്തികളായി നിൽക്കുന്ന കാഴ്ച കണ്ടതാണ്. പ്രത്യേകിച്ച് SFIക്കാരുടെ കാല് പിടിക്കുന്ന രീതിയിലൊക്കെയാണ് അവിടെ പോലീസ് നടത്തിയത്. മറ്റൊരു സമരങ്ങൾക്കും ഇല്ലാത്ത രീതിയിൽ ഞങ്ങൾ കണ്ണീർവാതകം പ്രയോഗിക്കാൻ പോകുന്നു എന്നൊക്കെയുള്ള ബാനറൊക്കെ ഉയർത്തുന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ പോലീസ് പൂർണ്ണമായും SFI പ്രവർത്തകരുടെ അഴിഞ്ഞാട്ടത്തിന് കൂട്ടുനിൽക്കുന്നു എന്നുള്ളൊരു ആരോപണം കൂടിയാണ് ഇപ്പോൾ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഉയർത്തുന്നതും. ഇപ്പോൾ രാജ്ഭവനും ഗവർണർക്കും ഈ പറയുന്ന രീതിയിൽ വൈസ് ചാൻസലറും ഒക്കെ അവരിപ്പോൾ പരാതി നൽകിയിട്ടുണ്ട്. ഈ ഒരു പ്രധാനപ്പെട്ട നിരീക്ഷണമാണ്. കാരണം കേരളത്തിലെ ഒരു സർവകലാശാലയുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ അവിടേക്ക് കേന്ദ്ര സേനയെ തന്നെ വിന്യസിക്കണമെന്നുള്ള ആവശ്യം വരെ വരുന്നൊരു സാഹചര്യമുണ്ട്. അതിൽ കുറേയൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതുമാണ് എങ്ങനെയാണ് പോലീസ് SFIക്കാരുടെ അതിക്രമങ്ങൾക്ക് ഒത്താശ ചെയ്തത് എന്നുള്ളത്. പോലീസുകാർ തന്നെ SFI പ്രവർത്തകരെ രണ്ടാം നിലയിലൊക്കെ പിടിച്ചു കയറ്റുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു. അവിടെ അക്രമം നടത്താൻ പ്രതിരോധിക്കുകയാണോ പോലീസിന്റെ ഉത്തരവാദിത്തം, അതോ അക്രമം നടത്താൻ സൗകര്യമൊരുക്കി നൽകുകയാണോ പോലീസിന്റെ? ഗോപകുമാർ കൂടി നമ്മോടൊപ്പം ചേർന്നുണ്ട്. ശ്രീ P.S. ഗോപകുമാർ, എന്തായാലും ഇത് കേരള സർവകലാശാലയിൽ മാത്രം ഒതുങ്ങുന്ന കാര്യമല്ല. മറ്റ് സർവകലാശാലകളിലും SFI നടത്തുന്ന അഴിഞ്ഞാട്ടം അത് വളരെയധികം ആശങ്ക തന്നെയാണ്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി കേരള സർവകലാശാലയിൽ നടന്ന SFI പ്രതിഷേധങ്ങളിൽ നമ്മൾ കണ്ടതാണ്, ആ ഒരു നേർക്കാഴ്ചകൾ കണ്ടതാണ്. എത്രത്തോളമാണ് അതിക്രമമെന്നും അതിനെ സംസ്ഥാന പോലീസ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്നുമുള്ള നേർക്കാഴ്ചകൾ നമ്മൾ കണ്ടു. പോലീസ് പോലും SFI അതിക്രമത്തിന് ഒത്താശ പിടിക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ മറ്റ് സർവകലാശാലകളിലും ഈ ഒരു വിഷയം അല്ലെങ്കിൽ സുരക്ഷ ഉറപ്പാക്കാൻ കേന്ദ്ര ഏജൻസികൾ വരണമെന്നുള്ളൊരു ആവശ്യം തന്നെയല്ലേ ഉള്ളത്? അതെ, ഇപ്പൊ കേരള സർവകലാശാലയിലെ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സംഭവങ്ങൾ നമ്മളൊക്കെ നേരിട്ട് കണ്ടതാണ്. കേരള സർവകലാശാല ആസ്ഥാനത്തേക്ക് SFIയുടെ പേരിൽ സമരക്കാർ വരികയാണ്. സമരക്കാര് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ സർവകലാശാലയുടെ സുരക്ഷാ ചുമതലയ്ക്ക് ഏൽപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ നിയോഗിക്കപ്പെട്ട പോലീസുകാർ അവരെ അവിടുന്ന് തുരത്താനാണ് ശ്രമിക്കേണ്ടത്. ഇത് അതിന് ശ്രമിക്കാതെ സർവകലാശാലയുടെ വൈസ് ചാൻസലറുടെയും അതുപോലെ തന്നെ രജിസ്ട്രാറുടെയും ഒക്കെ പ്രധാനപ്പെട്ട മുറികൾക്കുള്ളിലേക്ക് കടന്നു വരാൻ ശ്രമിക്കുന്ന സമയത്ത് അവരെ കൈപിടിച്ച് ഉയർത്തുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അപ്പൊ ഇത് കേരളത്തിലെ ഒരു പുതിയ സംഭവമാണ്. അതേപോലെ തന്നെ സർവകലാശാലയുടെ തനത് സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ അവരെ എണ്ണത്തിൽ കുറവാണ്. അപ്പൊ പോലീസിനെ പോലുള്ള അധികാരം അവർക്കില്ല. അപ്പൊ ആ നിലയിൽ അവരും പരാജയപ്പെട്ടു. അപ്പൊ സർവകലാശാലയുടെ സുരക്ഷാ ചുമതലയുള്ള സർവകലാശാലയുടെ ഉദ്യോഗസ്ഥന്മാർ പരാജയപ്പെട്ടു. അതേപോലെ തന്നെ അവിടെ വിശേഷമായിട്ട് നിയോഗിക്കപ്പെട്ട കേരള പോലീസിന്റെ ആ ഭാഗത്ത് നിന്ന് സർവകലാശാലയ്ക്കല്ല സുരക്ഷിതത്വം ഒരുക്കുന്നത്, സമരക്കാരെ സർവകലാശാലയിലേക്ക് കൈപിടിച്ചുയർത്തുന്ന കാഴ്ചയും കണ്ടു. അപ്പൊ ഈ നിലയിൽ വരുന്ന സമയത്ത്
ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ സർവകലാശാലയിലെ കുട്ടികളുടെ ഡോക്യുമെന്റ്സ് അവരുടെ സർട്ടിഫിക്കറ്റ് അടക്കമുള്ള പ്രധാനപ്പെട്ട രേഖകൾ സൂക്ഷിച്ചിരിക്കുന്ന ഓഫീസുകളിലേക്ക് പോലും ഈ അക്രമികൾ കടന്നു കയറിയിട്ടുണ്ട്. അപ്പോ അക്രമികൾ കടന്നു കയറിയ സാഹചര്യത്തിലെ നിലവിലുള്ള സംവിധാനങ്ങളും കേരള പോലീസും സർവകലാശാലയുടെ സുരക്ഷാ സംവിധാനങ്ങളും പരാജയപ്പെട്ട സാഹചര്യത്തിൽ സർവകലാശാലയ്ക്ക് സുരക്ഷ ഒരുക്കാൻ കേന്ദ്ര സംവിധാനങ്ങൾ ഒരുക്കണം. CRPF പോലെയുള്ള കേന്ദ്ര ഏജൻസികളുടെ സുരക്ഷ ഒരുക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ പരാതി. യെസ്, വളരെയധികം നന്ദി PS ഗോപകുമാർ. എന്തായാലും ശക്തമായ സുരക്ഷ തന്നെ വേണം ഇവിടെ സർവകലാശാലകളിൽ വേണ്ടത്. പ്രത്യേകിച്ചും കേന്ദ്ര സേനകളുടെ സുരക്ഷ വേണമെന്നുള്ളൊരു ആവശ്യം തന്നെയാണ് ഇവിടെ ഉന്നയിക്കുന്നത്. പ്രജിത് മോഹനാണ് വിശദമായ റിപ്പോർട്ടുകളും പങ്കുവച്ചത്.